വിശുദ്ധ ബർത്തലോമിയായുടെ തിരുനാൾ ഇന്ന് നമ്മൾ സഭ ആഘോഷിക്കുകയാണ്. ബർത്തലോമിയായെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മറ്റൊരു പേരിലാണ് അറിയുന്നത്, നഥാനയേൽ. രണ്ടും ഒരാൾ തന്നെയാണ്. എങ്ങനെയാണ് സംശയിക്കുന്ന ഒരാൾ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് എന്നതിൻ്റെ സാക്ഷ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടത്. നഥാനയേൽ സംശയിച്ചു. മുൻവിധിയോടുകൂടിയാണ് ഈശോയുടെ അടുക്കിലേക്ക് വരുന്നത്, ഈശോയെ പറ്റി കേൾക്കുന്നത്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ? ഒരു മുൻവിധിയാണത്. നസ്രത്ത് അതിങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. ഈ മുൻവിധിയോടുകൂടെ യേശുവിനെ കുറിച്ച് കേട്ട നഥാനയേൽ ഒരു വിശ്വാസിയായി മാറുന്നത് എങ്ങനെയാണ്? നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന ആ ചോദ്യം ഫിലിപ്പോസിനോടാണ് ആ ചോദ്യം ചോദിച്ചത്. ഫിലിപ്പോസ് അവിടെ ഒരു ആശയവിനിമയത്തിനോ ഒരു വാദപ്രതിവാദത്തിനോ മുതിരുന്നില്ല. ഒറ്റ വാക്ക്: വന്ന് കാണുക, വന്ന് കാണുക. നമുക്കറിയാം, ഇന്ന് പലരും ദൈവമുണ്ടോ, ദൈവം എവിടെയാണ്, ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ നമുക്ക് പല സംശയങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള പല സംശയങ്ങളുണ്ടാകും. എന്താണ് അതിനുള്ള പ്രതിവിധി? ഫിലിപ്പോസ് പറയുകയാണ്, വന്ന് കാണുക. ആശയങ്ങളിലൂടെ അല്ല, അനുഭവത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ അനുഭവിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ആശയങ്ങളിലൂടെ, വാദപ്രതിവാദങ്ങളിലൂടെ, ബുദ്ധിയിലൂടെ നമ്മൾ ദൈവത്തെ അറിയുവാൻ ശ്രമിക്കും തോറും നമുക്ക് ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നിരാശ, സംശയം കൂടിക്കൂടി വരികയാണ്. എന്നാൽ ഫിലിപ്പോസ് പറയുന്നു, വന്ന് കാണുക. നീ ദൈവത്തെ അറിയുവാൻ, ദൈവം ആരാണെന്നറിയുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ദൈവത്തെ കണ്ടുമുട്ടേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്, ആരാധനയിലൂടെയാണ്. ആശയങ്ങൾ കൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് മാത്രമോ ദൈവത്തെ അറിയുവാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ദൈവത്തെക്കുറിച്ച് വലിയ സംശയമൊന്നുമില്ല, ദൈവത്തെക്കുറിച്ച് വലിയ പ്രയാസങ്ങളൊന്നുമില്ല, ദൈവം ഉണ്ടോ എന്നുള്ള ചോദ്യമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ നഥാനയേൽ, വിശുദ്ധ ബർത്തലോമിയോ നമ്മളെ പഠിപ്പിക്കുന്നത്, എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ ആരാധന, പ്രാർത്ഥനയാണ് അതിലേക്കുള്ള വഴി. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത്, ഈശോ നഥാനയേലിനെ കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത്, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാവോ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ, ക്രൈസ്തവ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ് കപടത, ഹിപ്പോക്രസി, കപടത. പുറമേ വലിയ വിശുദ്ധി, അകമേ അഹങ്കാരം. പുറമേ നല്ല പുഞ്ചിരി, അകത്ത് മുറിവുകൾ. പുറമേ നല്ല വിനയം, ഉള്ളിലോ അഹങ്കാരവും, അംഗീകാരത്തിന് വേണ്ടി, പദവികൾക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ദാഹം. ഇത് രണ്ടും കാപട്യത്തിൻ്റെ, അല്ലെങ്കിൽ പുറമേ ഒന്ന് കാണിക്കുക, മറ്റുള്ളവൻ്റെ മുൻപിൽ എനിക്കൊരു മുഖമുണ്ട്, എന്നാൽ എൻ്റെ ഉള്ളിൽ എൻ്റെ രഹസ്യമുഖം എനിക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈശോ നഥാനയേലിനെ കണ്ടപ്പോൾ പറഞ്ഞു, നിന്നിൽ കാപട്യമില്ല എന്നെനിക്കറിയാം. സത്യസന്ധനായ ഒരു അന്വേഷകനായിരുന്നു ബർത്തലോമിയോ. അപ്പോൾ ഈശോ അവനെ നിഷ്കപടനായ ഇസ്രായേൽക്കാരനെന്ന് വിളിച്ചുകൊണ്ട്, അവനിൽ യാതൊരു കാപട്യവുമില്ല എന്ന് പറഞ്ഞപ്പോൾ നഥാനയേലിന് തന്നെ വലിയ ആശ്ചര്യമായി. അപ്പോഴാണ്, നീ എന്നെ എങ്ങനെ അറിയും? ഈശോ പറയുന്നു, അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഫിലിപ്പോസ് നിന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടു. ഇത് വലിയ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഓർക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ബലിയർപ്പിക്കാൻ വരുമ്പോൾ മാത്രമേ ദൈവം നമ്മളെ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വചനം വായിക്കുമ്പോഴാണ് ദൈവം നമ്മളെ കാണുന്നത്. നമ്മുടെ ഓരോ ചലനവും, നമ്മുടെ ഉള്ളിലെ ഓരോ മൂവ്മെൻറ്റ്സും ദൈവം അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. നമ്മുടെ രഹസ്യ കണ്ണുനീര് ദൈവം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്.
നമ്മുടെ ഉള്ളിൽ മൂടിക്കിടക്കുന്ന വേദനകൾ കണ്ടുകൊണ്ടാണ് ദൈവം നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായിട്ട് നമ്മളുണ്ട്. നമ്മുടെ രഹസ്യ പാപങ്ങളായിക്കൊള്ളട്ടെ, നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന മൂടി വച്ചിരിക്കുന്ന അസ്വസ്ഥതകളോ വേദനകളോ എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം കാണുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് നമുക്ക് ഇന്നത്തെ വചനം മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ ദൈവം എന്നെ അറിയുന്നില്ല, ദൈവം എന്നെ കാണുന്നില്ല, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ഇങ്ങനെയുള്ള സംശയങ്ങൾക്കൊന്നും യാതൊരു സാധ്യതയുമില്ല. നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ വിശുദ്ധ ബർത്തലോമിയോ നമുക്ക് മനസ്സിലാക്കി തരുന്ന പല കാര്യങ്ങളുണ്ട്. എനിക്ക് ദൈവത്തെ അറിയണമെങ്കിൽ, ഞാൻ ദൈവത്തെ അനുഭവിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ, ആരാധനയുടെ ഒരു വ്യക്തിയാകണം. നമ്മുടെ വിശുദ്ധിയിലേക്കുള്ള വിളി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആരായിരിക്കുന്നുവോ അവിടെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ആരായിരിക്കുന്നു എന്നുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ വിശുദ്ധി. നമ്മളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള ആ ആശ്വാസം നമുക്ക് ലഭിക്കുന്നു. നഥാനയേൽ അവസാനം തൻ്റെ വിശ്വാസം ഏറ്റുപറയുകയാണ്. നീ ദൈവപുത്രനാണ്, നീ ഇസ്രായേലിൻ്റെ രാജാവാണ്. ഇതായിരിക്കുന്നു അവൻ്റെ ആ വിശ്വാസത്തിലേക്കുള്ള വളർച്ച. നമ്മളും ഓരോ ദിവസവും വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ബലിയർപ്പിക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോ ഇസ്രായേലിൻ്റെ രാജാവാണ്, ഈശോ ലോകരക്ഷകനാണ്, ഈശോ എൻ്റെ രക്ഷകനാണ്, ഈശോ ദൈവപുത്രനാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം. നമുക്ക് ഈ ബലിയിൽ നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ ബർത്തലോമിയോയുടെ മധ്യസ്ഥം സ്വീകരിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.